ഇത് ഒരു പിതാവിൻ്റെയും മകൻ്റെയും കഥയാണ്. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയായ ദലീപ് കുമാർ ചൗധരി. ക്രിക്കറ്റിനെ ഏറെ സ്നേഹിച്ചിരുന്ന ദലീപ് തൻ്റെ മകനെ ഈ കായിക വിനോദം കളിപ്പിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചു. പക്ഷേ തൻ്റെ സ്വപ്നം പൂർത്തിയാക്കാൻ എന്തു ചെയ്യണമെന്ന് ആ പിതാവിന് അറിയില്ലായിരുന്നു. സാമ്പത്തിക പരിമിതികൾക്ക് പുറമെ ആ ചെറിയ പട്ടണത്തിൽ സൗകര്യങ്ങളും കുറവായിരുന്നു. പക്ഷേ ദലീപ് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ചു. തൻ്റെ മകനെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തു. ഫാസ്റ്റ് ബൗളറായി കരിയർ തുടങ്ങിയെങ്കിലും യാദർച്ഛികമായി വിക്കറ്റ് കീപ്പറുടെ റോൾ അണിയേണ്ടി വന്നു. ടീമിൽ ഒരു വിക്കറ്റ് കീപ്പറുടെ കുറവുണ്ടായതാണ് അതിന് കാരണം. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസ താരത്തെ മാതൃകയാക്കി ആ യുവതാരം ക്രിക്കറ്റിനായി കഠിനാധ്വാനം ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. 2026 IPL താരലേലത്തിൽ അയാൾ ലക്നൗ സൂപ്പർ ജയൻസിന്റെ താരമായി. സീസണിലെ ആദ്യ 2 മത്സരങ്ങളിലും വലിയ ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അയാളുടെ ദിവസമെത്തി. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലക്നൗ സൂപ്പർ ജയൻസും നേർക്കുനേർ വന്ന മത്സരം. കൊൽക്കത്ത ഉയർത്തിയ 182 റൺസിന്റെ വിജയലക്ഷ്യം ലക്നൌവിന് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ 7-128 എന്ന നിലയിൽ ലക്നൗ തോൽവിയെ മുന്നിൽ കണ്ടു. അവിടെ നിന്നും ആവേശ് ഖാനെ കൂട്ടുപിടിച്ച് ആ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഒരു പോരാട്ടം നടത്തി. മുകുൾ ചൗധരി എന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള താരം 27 പന്തുകളിൽ 2 ഫോറുകൾ 7 സിക്സറുകൾ പുറത്താകാതെ 54 റൺസുമായി മുകുൾ ചൗധരി ലക്നൌവിനെ വിജയത്തിലെത്തിച്ചു. കൈപ്പിടിയിലായ കളി കൈവിട്ട നിരാശ കൊൽക്കത്ത നായകൻ അജിങ്ക്യ രഹാനെയുടെ മുഖത്ത് പ്രകടമായിരുന്നു. പക്ഷേ ഇത് അവരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. തൻ്റെ മകനെ ക്രിക്കറ്റ് താരമാക്കാൻ പരിശ്രമിച്ച ഒരു പിതാവിന്റെ വിജയം. പരിമിതികളിൽ തളരാതെ മുന്നോട്ട് നീങ്ങിയ മുകുൾ ചൗധരിയുടെ വിജയം.